പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് പോകുന്ന കാര്യങ്ങളുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളുടെ ആത്മവിശ്വാസമില്ലായ്മ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലുള്ള കുടുംബ തകർച്ചകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലുള്ള സാമ്പത്തിക തകർച്ചകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലുള്ള പ്രാർത്ഥനയുടെ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മേലുള്ള ആത്മീയമായ ഉണർവിന്റെ മേലുള്ള തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ പിന്നോക്കം പോകുന്ന അവസ്ഥകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളുമായിട്ടുള്ള ഭിന്നതകൾ, അകാരണ കാരണങ്ങൾ മൂലം കടന്നു വന്ന ഭിന്നതകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ മുമ്പിൽ ഈശോയേന്ന് ഹൃദയം തുറന്ന് വിളിക്കാൻ പറ്റാത്ത അവസ്ഥകളെ യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. മകന്റെ കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറാൻ പ്രാർത്ഥിക്കുക. മകളുടെ കല്യാണ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പഴയ വിവാഹം തകർന്നു പോയി, ഇതാ വേറൊരു വിവാഹത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന മക്കളുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ ആ തടസ്സങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിസയുടെ മേലുള്ള കെട്ടുകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുടെ ബന്ധനങ്ങൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രമാണങ്ങളും പട്ടയങ്ങളെല്ലാം ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും തടസ്സപ്പെട്ട് കിടപ്പുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിരന്തരമായ ശത്രുദോഷങ്ങളും സർപ്പദോഷങ്ങളും കൂടോത്തരങ്ങളും മന്ത്രവാദങ്ങളും കണ്ണുവെക്കലുകളും നിന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ബന്ധിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ വിടുതൽ ഇന്ന് നടക്കട്ടെ. നിന്റെ മേൽ നിരന്തരം നിന്നെ ഉപദ്രവിക്കുന്ന ശത്രുവിനെയും അവന്റെ കൂട്ടരെയും ബന്ധിക്കുകയാണ്. നിരന്തരമായി നിന്നെ ഉപദ്രവിക്കുന്നവർ, നിന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നവർ, അത് ഭർത്താവാകട്ടെ, ഭാര്യയാകട്ടെ, അവരുടെ ബന്ധുക്കളാകട്ടെ, അയൽവാസികളാകട്ടെ, തൊഴിൽ മേഖലകളുള്ളവരാകട്ടെ, അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവരെ ബന്ധിക്കുക. നിന്റെ സൽപ്പേര് കെടുത്തുന്ന വ്യക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുക. നിന്റെ ജീവിതത്തെ ബോധപൂർവം തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളെയും ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുക. മിഖായേൽ മാലാഖയുടെ അധികാരം ഉപയോഗിച്ച് ബന്ധിക്കുക. സാത്താനെ അവന്റെ കൂട്ടരെയും ബന്ധിക്കുക. കൂടോത്തരങ്ങളും ആഭിചാരങ്ങളും തകിടുകളും നിന്റെ ഭൂമിയിലുണ്ടെങ്കിൽ അതിനെല്ലാം നിർവീര്യമാക്കി കളയാം. ഏതെങ്കിലും തരത്തിൽ നിന്റെ ഭവനത്തിന് ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നിർവീര്യമായി പോകട്ടെ. യേശുനാമത്തിൽ അവയെല്ലാം നിർവീര്യമായി പോകട്ടെ. നിന്റെ കുഞ്ഞിന്റെ പഠനത്തിന്റെ മേല് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങളോ അല്ലെ നിന്റെ കുഞ്ഞിനെ വഴിതെറ്റിക്കുന്ന ചീത്തയായ കൂട്ടുകാരുണ്ടെങ്കിൽ അവരെല്ലാവരും ബന്ധിക്കുക. അവറ്റകളെ ബന്ധിക്കുക. യേശുനാമത്തിൽ ബന്ധിക്കുക. നിന്റെ കുഞ്ഞിനെ ബോധപൂർവ്വം മദ്യത്തിന് അടിമപ്പെടുത്തുന്നവരെ യേശുനാമത്തിൽ ബന്ധിക്കുക. നിന്റെ ഭർത്താവിന് മദ്യത്തിന് മയക്കുമരുന്നിന് അടിമപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ അവരെ യേശുനാമത്തിൽ ശാസിക്കുക. നിന്റെ വീട്ടിൽ കലഹങ്ങൾ കൊണ്ടുവരാൻ ബോധപൂർവം പരിശ്രമിക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ അവരെ യേശുനാമത്തിൽ ബന്ധിക്കുക. അവരെ യേശുനാമത്തിൽ ശാസിക്കുക. നിന്റെ മരുമകളിലൂടെയാണ് നിന്റെ ജീവിതം തകർക്കുന്നതെങ്കിൽ ആ മരുമകൾക്ക് മാനസാന്തരം വരാൻ വേണ്ടി യേശുനാമത്തിൽ അവരിലുള്ള ദുഷ്ടപ്രവൃത്തികളെല്ലാത്തിനും ബന്ധിക്കുക. നിന്റെ അമ്മായിയമ്മയിലൂടെയാണ് നിന്റെ കുടുംബത്തിലെ അസ്വസ്ഥതയെങ്കിൽ അവരിലൂടെ വരുന്ന എല്ലാ ചീത്ത പ്രവൃത്തികളെയും ദുഷ്ടചിന്തകളെയും ദുഷ്പ്രവൃത്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുക. യേശുവിന്റെ അധികാരത്താൽ ബന്ധിക്കുക. വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങളെല്ലാം യേശുനാമത്തിൽ ബന്ധിക്കുക. അതിന് പണം കൊടുത്തിട്ട് ഏതെങ്കിലും വ്യക്തികൾ നിന്നെ പറ്റിച്ച് നിന്റെ പണം തരാതിരിക്കുന്നുണ്ടെങ്കിൽ, ബോധപൂർവം അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബം അത് നാശത്തിന് കാരണമാകിയ. അവരിങ്ങനെ നിന്നെ ബോധപൂർവം നിന്റെ പണം തട്ടിയെടുത്ത് കള്ളപ്രമാണങ്ങളിലൂടെ കള്ളത്തരത്തിലൂടെ നിന്റെ പണവും പറഞ്ഞ് നിന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അവർ യേശുനാമത്തിൽ തകർക്കപ്പെടട്ടെ. സാത്താനും അവന്റെ കൂട്ടാളികളും യേശുനാമത്തിൽ നിത്യ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെടട്ടെ. നിന്നെ ബോധപൂർവ്വം ഉപദ്രവിക്കുകയും നിനക്ക് ദുഷ്പ്രേരണകൾ നൽകുകയും നിന്റെ സമ്പത്ത് തകർക്കുകയും നിന്റെ സൽപ്പേര് കെടുത്തുകയും ചെയ്യുന്ന ദുഷ്ടശക്തികളെയും പൈശാചിക ശക്തികളെയും യേശുനാമത്തിൽ ബന്ധിക്കുക. യേശുനാമത്തിൽ ശാസിക്കുക. നിന്റെ ശുശ്രൂഷകളെ ഏതെങ്കിലും തരത്തില് ബന്ധിക്കാനോ തടസ്സപ്പെടുത്താനോ വരുന്ന ഏതെങ്കിലും ദുഷ്ടപ്രവൃത്തികൾ ഉണ്ടെങ്കിൽ, ദുഷ്ടവ്യക്തികൾ ഉണ്ടെങ്കിൽ അവരെ യേശുനാമത്തിൽ ബന്ധിക്കുക. യേശുനാമത്തിൽ ശാസിക്കുക. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ബന്ധിക്കുക. ഫ്രാൻസിസ് പാപ്പയോട് ചേർന്ന് ബന്ധിക്കുക. ഹല 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 ഹല. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനം ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ തിരുവചനമാ. വചനം പറയുന്നത് കേട്ടോ: വടക്ക് നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്നും
ആട്ടിപ്പായിക്കും. I command you, go to the feet of Jesus. യേശുവിന്റെ കാൽക്കീഴിലേക്ക് പോകാൻ, കുരിശിൻ ചുവട്ടിലേക്ക് പോകാൻ ഞാൻ ശാസിക്കും. അറിഞ്ഞ ഇത് കണ്ട വചനം കേട്ടോ. വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരുത്തും. നിങ്ങളുടെ ശത്രുക്കളെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ, നിങ്ങളുടെ സന്തോഷം കെടുത്താൻ ശ്രമിക്കുന്നവരെ, നിന്നെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നവരെ, നിന്റെ അരൂപിയെ കെടുത്താൻ ശ്രമിക്കുന്നവരെ വിജനമായ ദേശത്തേക്ക് ഞാൻ തുരുത്തും. അവന്റെ സൈന്യത്തിന്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ഞാൻ താഴ്ത്തും. അപ്പൊ മുൻനിരയെയും പിൻനിരയെയും കടലിൽ താഴ്ത്തുകയാണ്. അതുകൊണ്ട് സാത്താന്റെ സകല സൈന്യങ്ങളെയും ദുഷ്ടതയുടെ സകല ശക്തികളെയും തകർക്കുന്ന കർത്താവിന്റെ വചനമാണ് മക്കളെ. തന്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും, അവന്റെ ദുഷ്ടത വമിക്കും. പക്ഷെ കർത്താവിൽ നീ ആശ്രയിക്കുമ്പോൾ നിനക്ക് ഒരു അനർത്ഥവും വരികയില്ല മക്കളെ. പറഞ്ഞേ ഹല്ലേലൂയ. സ്തുതിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇതാ വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥന, ലിയോ 13 പാപ്പ നമുക്ക് വേണ്ടി ഒരുക്കിയ വിശുദ്ധ മിഖായേലിന്റെ പ്രാർത്ഥനയാണെന്ന് ചൊല്ലുന്നത്. അതിന് മുന്നോടിയായിട്ട് വിശുദ്ധ കുരിശ് ഇതാ നമുക്ക് അനുഗ്രഹമായി മാറുകയാണ്. ഇതാ കർത്താവിന്റെ കുരിശ്, ദുഷ്ടശക്തികളെ നിങ്ങൾ ചിതറിക്കപ്പെടട്ടെ. എല്ലാ മക്കളും ഒന്ന് ഏറ്റുപറയാൻ ശ്രമിച്ച്, യൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. ഓ കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലുണ്ടാകുമാറാകട്ടെ. ജനം ഏറ്റുപറയാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വെച്ചതുപോലെ. ഓ കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ജനം ഏറ്റുപറയുക, എന്റെ നിലവിളി അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുരിശിന്റെ ഈ ധൈര്യത്താൽ ഇതാ വിശുദ്ധ മിഖായേലിനുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ്. എല്ലാ മക്കളും ഇതാ ലിയോ 13 പാപ്പയുടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഓ മുഖ്യദൂതന വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങൾ പ്രയോഗിക്കുന്ന ഭയാനകമായ യുദ്ധമുറകളിലും ഞങ്ങളെ സംരക്ഷിക്കണമേ. ദൈവം അക്ഷയരായി സൃഷ്ടിക്കുകയും സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുക്കുകയും വലിയ വില കൊടുത്ത് സാത്താന്റെ ക്രൂര ഭരണത്തിൽ നിന്നും വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരുടെ സഹായത്തിന് വരണമേ. അഹങ്കാരികളായ മാലാഖമാരുടെ നേതാവായ ലൂസിഫറിനോടും മതത്യാഗികളായ അവന്റെ ദൂതഗണങ്ങളോടും ആദിയിൽ അങ്ങ് യുദ്ധം ചെയ്തതുപോലെ ഈ നാളുകളിലും വിശുദ്ധ മിഖായേലിനോടൊപ്പം വന്ന് കർത്താവിന്റെ യുദ്ധം ചെയ്യണമേ. അന്ന് അവർക്ക് അങ്ങേ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. സ്വർഗത്തിൽ പിന്നീട് അവർക്ക് വാസസ്ഥലം ഉണ്ടായിരുന്നില്ല. പിശാചെന്നും സാത്താനെന്ന് വിളിക്കപ്പെടുന്ന ലോകത്തെ മുഴുവൻ വഴിതെറ്റിക്കുന്ന ആ ക്രൂരനായ പുരാതന സർപ്പം അവന്റെ ദൂതന്മാരോടൊപ്പം പാതാളത്തിലേക്ക് എറിയപ്പെട്ടു. ഇതാ പുരാതന ശത്രുവും മനുഷ്യരുടെ ഘാതകനുമായ അവൻ ധൈര്യം സംഭരിച്ചിരിക്കുന്നു. മഹാപൂർണനായ മാലാഖയുടെ വേഷം ധരിച്ച സഹസ്രങ്ങളായ ദുഷ്ടാരൂപികളോടൊപ്പം ഭൂമിയെ കീഴടക്കി ദൈവത്തിന്റെയും അവിടുത്തെ ക്രിസ്തുവിന്റെയും നാമം കളങ്കപ്പെടുത്തുവാനും നിത്യമഹത്വത്തിന്റെ കിരീടം നേടുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ തടവിലാക്കാനും വിധിക്കാനും നിത്യനാശത്തിലേക്ക് തള്ളിയിടുവാനുമായി അവൻ അലഞ്ഞു തിരികെയാണ്. ഈ ദുഷ്ടനായ ഭീകര സർപ്പത്തിൽ നിന്നും അശുദ്ധി നിറഞ്ഞ ഒരു വെള്ളപ്പൊക്കം പോലെ തന്റെ തിന്മയുടെ വിഷം, നുണയുടെയും ഭക്തിരാഹിത്യത്തിന്റെയും ദൈവദൂഷണത്തിന്റെയും അശുദ്ധി പടർന്നു പിടിക്കുന്നതിനിടയാക്കുന്ന വിശ്വാസത്തിന്റെയും സകല തിന്മയുടെയും മലിനതയുടെയും അരൂപിയെ, സാത്താനെ, ദുഷ്ടത നിറഞ്ഞ മനസ്സും അനീതി നിറഞ്ഞ ഹൃദയവുമുള്ള മനുഷ്യരുടെ മേൽ വർഷിക്കുന്നു ആ ദുഷ്ടൻ. സൂത്രശാലികളായി ശത്രുക്കൾക്ക് അറിയില്ലാത്ത കുഞ്ഞാടിന്റെ മണവാട്ടിയായ സഭയെ വ്രണങ്ങൾ കയ്പം കൊണ്ട് നിറയ്ക്കുകയും മത്ത് പിടിപ്പിക്കുകയും അവളുടെ അതിവിശുദ്ധമായ സമ്പാദ്യങ്ങളിൽ ഭക്തിരഹിതക്കാരനെ കരങ്ങൾ വെക്കുകയും ചെയ്തിരിക്കുന്നു. ഇടയനെ അടിച്ചാൽ ആടുകൾ ചിതറിക്കപ്പെടാമെന്ന ദുഷിച്ച പദ്ധതിയോടുകൂടി ലോകത്തിന്റെ പ്രകാശമായ വിശുദ്ധ പത്രോസിന്റെ ഇരിപ്പിടവും സത്യത്തിന്റെ സിംഹാസനവും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് തന്നെ അവർ തങ്ങളുടെ വെറുപ്പുളവാക്കുന്ന ഭക്തിരാഹിത്യത്തിന്റെ ആധിപത്യം ഉയർത്തിയിരിക്കുന്നു. ഓ അജയനായ രാജകുമാര, വിശുദ്ധ മിഖായേലേ, ഉണരുക. നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ ആക്രമണങ്ങളിൽ ദൈവജനത്തിന് സഹായം എത്തിക്കുകയും
അവർക്ക് വിജയം നൽകുകയും ചെയ്യുക. അവർ അങ്ങയെ തങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായി വണങ്ങുന്നു. നരകത്തിന്റെ ദുഷിച്ച ശക്തിക്കെതിരെയുള്ള പരിചയമായി വിശുദ്ധ സഭ അങ്ങയെ എടുത്തു കാട്ടുന്നു. മനുഷ്യ മക്കളെ സ്വർഗീയാനന്ദത്തിലേക്ക് എത്തിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നത് അങ്ങയെ തന്നെയാണല്ലോ. ഓ, ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ അവിടുന്ന് സാത്താനെ അടിമപ്പെടുത്താൻ സമാധാനത്തിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ഇത്തരത്തിൽ കീഴടക്കപ്പെട്ട അവൻ ഇനി ഒരിക്കലും മനുഷ്യരെ തടവിലാക്കുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. അവർ കർത്താവിന്റെ മുമ്പിൽ വേഗം കരുണ കണ്ടെത്തുന്നതിനായി തങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ദുഷ്ടജന്തുവിനെ പരാജയപ്പെടുത്തി പിശാചു സാത്താനുമായ പുരാതന സർപ്പത്തെ അങ്ങ് വീണ്ടും പാതാളത്തെ തടവിലാക്കണമേ. അവൻ ഒരിക്കലും ജനതകളെ വഴിതെറ്റിക്കാൻ പാടില്ല. ഇതാ കർത്താവിന്റെ കുരിശ്. ദുഷ്ടശക്തികളെ, നിങ്ങൾ ചിതറിക്കപ്പെടട്ടെ. ജനമേറ്റു പറയുന്നു, യൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. ഓ കർത്താവേ, അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേലുണ്ടാകുമാറാട്ടെ. ജനമേറ്റു പറയുന്നു, ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ വെച്ചതുപോലെ. ഓ കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ജനമേറ്റു പറയുന്നു, എന്റെ നിലവിളി അങ്ങേ പക്കലേക്ക് എത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ തിരുനാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുത്തെ കാരുണ്യം കേണപേക്ഷിക്കുകയും ചെയ്യുന്നു. അമലോത്ഭവം വിശുദ്ധ കന്യകയും ഞങ്ങളുടെ മാതാവുമായ മറിയത്തിന്റെയും മഹത്വപൂർണ്ണ വിശുദ്ധ മിഖായേലിന്റെ മധ്യസ്ഥതയാൽ മനുഷ്യവംശത്തിന്റെ അവമാനത്തിനും ആത്മകണ്ഠ നാശത്തിനും അലഞ്ഞു നടക്കുന്ന സാത്താനെതിരെ ഞങ്ങളെ സഹായിക്കുവാൻ അങ്ങ് തിരുമനസ്സാകണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ തിരുക്കുരിശ് ശക്തമായ ആയുധമേ, അങ്ങേക്ക് ആരാധന ആരാധന ആരാധന. യേശുവിന്റെ വിലയേറിയ തിരുരക്തമേ, ആരാധന ആരാധന ആരാധന. പീഡ അനുഭവിക്കുന്ന കരുണാസമ്പന്നനായ ഈശോ മിശിഹായെ, ആത്മാക്കളുടെ മേൽ അങ്ങയുടെ വിലയേറിയ തിരുരക്തം ഒഴുക്കണമേ. ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കുകയും ശത്രുവിനെ പരാജയപ്പെടുത്തുകയും ചെയ്യണമേ. രക്ഷിക്കുന്ന ശക്തിയേറിയ തിരുരക്തമേ, ശത്രുവിനെതിരെ പൊരുതണമേ. രക്ഷിക്കുന്ന ശക്തിയേറിയ തിരുരക്തമേ, ശത്രുവിനെതിരെ പൊരുതണമേ. രക്ഷിക്കുന്ന ശക്തിയേറിയ തിരുരക്തമേ, ശത്രുവിനെതിരെ പൊരുതണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിന്നെയും നിന്റെ കുടുംബത്തിനും വിമോചനം നൽകട്ടെ. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന ഓരോ ദിവസവും ഒരു 10 പേരെയെങ്കിലും നിങ്ങളിത് അയച്ചു കൊടുത്ത് അവരെ വിളിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു സുവിശേഷ വേലയിൽ പങ്കുചേരാൻ വേണ്ടി ആഹ്വാനം ചെയ്യുക. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങൾ എല്ലാ ദിവസവും ഈശോയുടെ മുമ്പിൽ ഇരുന്ന് വായിക്കുന്നുണ്ട്. ഈശോയുടെ മുമ്പിൽ അത് സമർപ്പിക്കുന്നുണ്ട്. പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്നും ഈശോ നിങ്ങളെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.